അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തിന് ഒരു മുന്നറിയിപ്പ് നൽകി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ എതിർക്കുന്നവർ മൊത്തവും ഒരു സുപ്രയ്ക്ക് ചുറ്റും ഇരിക്കുന്നവർ ആ ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ നിങ്ങളുടെ മതത്തിലേക്ക് കൈകൾ നീട്ടും. അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, അല്ല, നിങ്ങൾ എണ്ണത്തിൽ ഒരുപാട് പേരുണ്ടാകും, പക്ഷേ നിങ്ങളുടെ അവസ്ഥ ഒഴുക്കിൽപ്പെട്ട ചണ്ടികളെ പോലെ ആയിരിക്കും എന്നാണ്. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് മൊയ്തീൻ കുട്ടി ഫൈസി എന്നു പേരുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIയുടെ പ്രസിഡന്റിനെ ഡൽഹിയിൽ വെച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. അതോടെ SDPI എന്ന് പറയുന്ന പാർട്ടി നിരോധിക്കപ്പെടാൻ പോവുകയാണ്. അവരുടെ മാതൃ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ മുമ്പ് നിരോധിച്ചിരുന്നു. അതിൻ്റെ നേതാക്കന്മാർ പലരും ജയിലിലാണ്. അതുപോലെ SDPIയും നിരോധിക്കും, ഇതിൻ്റെ എല്ലാ ആളുകളും ജയിലിലാകും എന്നൊക്കെ ഇവിടെയുള്ള സംഘി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വാർത്ത നിറയാനും തുടങ്ങി. ഇതേക്കുറിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുന്ന വലിയ ഒരു വിഭാഗം പണ്ഡിത സഭകളും നമുക്കുണ്ട്. അത് സുന്നിയെന്നും മുജാഹിദെന്നും ജമാഅത്തെന്നും പലതും പല വിഭാഗത്തിൽ അറിയപ്പെടുന്നു. ഇവരുടെ ഭാഗത്ത് നിന്നൊന്നും തന്നെ ഇതേക്കുറിച്ച് യാതൊരു പ്രതികരണമോ പ്രതിഷേധമോ കാണുകയുണ്ടായില്ല. നമുക്കറിയാം, സാധാരണ രീതിയിൽ ഈ MK ഫൈസി എന്ന് പറയുന്ന മതപണ്ഡിതൻ, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം, അദ്ദേഹം രാജ്യത്തെ മുസ്ലിം, ദളിത്, ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചു. അതുപോലെ തന്നെ നീതിയുടെ കലിമത്ത്, അയ്യുൽ ജിഹാദി അഫ്ളലു എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കലിമത്തു ഹക്കിൻ ഇന്ദ സുൽത്താനിൻ ജായിലിൻ, യുദ്ധത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അക്രമിയായ സുൽത്താൻ്റെ മുന്നിൽ വെച്ച് നീതിയുടെ കലിമത്താണ്, നീതിയുടെ വചനങ്ങൾ പറയലാണ് എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചത്. നമുക്കറിയാം, രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കുന്ന ഒരു ഭരണകൂടമാണ് 2014 മുതൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ, മോഡി കൂട്ടുകെട്ട് അവരുടെ BJPയുടെ തലപ്പത്തുള്ള പലരും തന്നെ അംഗീകരിക്കാത്ത അവസ്ഥയിൽ ഈ രാജ്യത്ത് എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് ഓരോ ദിവസവും റിസർച്ച് നടത്തി അതാത് രൂപത്തിൽ നടപ്പിലാക്കി ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് മതത്തിൻ്റെ അതുപോലെ ജാതിയുടെയൊക്കെ പേരിൽ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഇവരെ കൂട്ടിച്ചേരാനുള്ള അവസരം തടഞ്ഞുകൊണ്ട് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കുന്ന ഈ അമിത്ഷാ മോഡി കൂട്ടുകെട്ടിനെതിരെ ജനങ്ങളെ കോർത്തിണക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ED ഉൾപ്പെടെ, അതുപോലെ രാജ്യത്തെ ദൃശ്യ മീഡിയകൾ ഉൾപ്പെടെ വാർത്തകൾ പറഞ്ഞതാണ്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരും ഇതേക്കുറിച്ച് പ്രതികരിച്ച് കാണുന്നില്ല. പലരും പറയുന്നത് അങ്ങനെ വേണം, അത് പോരാണ്ടായിപ്പോയി, അവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്നാണ്.
നമുക്കറിയാം, പരിശുദ്ധ റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, അവർ കൊടിയ ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം നമ്മുടേതായ മനസ്സിൻ്റെ പ്രതിഷേധം പല രൂപത്തിൽ ചാനലുകളിലൂടെയും വീഡിയോകളിലൂടെയും പലരും അവതരിപ്പിക്കുന്നു. പക്ഷേ മൊയ്തീൻകുട്ടി ഫൈസി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ റമദാൻ മാസത്തിൽ അന്യായമായി അറസ്റ്റിലായി, അദ്ദേഹത്തെ തടവിലിട്ടു. എന്തിന് എന്ന് ചോദിക്കാൻ, അതേക്കുറിച്ച് ഒരു പ്രതികരിച്ചുകൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതാൻ, അതല്ലെങ്കിൽ അതേക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഇവിടെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ നടത്തുന്ന ചാനലുകൾക്കോ അല്ലെങ്കിൽ പത്രങ്ങൾക്കോ കഴിയുന്നില്ല എന്ന രൂപത്തിൽ എവിടെയാണ് നമുക്ക് ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ പണ്ഡിത സഭയും തിരിച്ചറിയുകയും ചിന്തിക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടിയാണ് മൊയ്തീൻകുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തത്? ആ അവസ്ഥ ഒരുപക്ഷെ നാളെ നമ്മുടെ സംഘടനയ്ക്ക് വന്നുകൂടെ എന്നെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പല പണ്ഡിത സഭകളിൽ നിന്നും സമുദായം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എവിടെയും കണ്ടില്ല. നീതിമാന്റെ കലിമത്ത്, നീതിമാന്റെ സ്വരം എവിടെ ഉയർന്നാലും അത് ഫാസിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടിയാണ് സത്യത്തിൽ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതും SDPI ഓഫീസുകൾ റെയ്ഡ് ചെയ്തതും എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇവരാരും നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ അല്ലെങ്കിൽ അവർക്കെതിരെ മത്സരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി ഭീകരവാദികളെ അയച്ചു എന്നൊന്നും അല്ല ആരോപണം. എന്താ പെട്ടെന്നുണ്ടായ കാരണം? നമുക്കറിയാം, കേന്ദ്ര സർക്കാർ വഖഫ് സ്വത്തുക്കളിൽ അനിയന്ത്രിതമായി സർക്കാരിന് കൈവെക്കാൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്വന്തമായ വഖഫ് സ്വത്തിൽ മറ്റ് മതസ്ഥർക്കും കൂടി അവകാശം സ്ഥാപിക്കുന്ന രൂപത്തിൽ അതിനെ നിയമം കൊണ്ട് എല്ലാവർക്കും കൈവെക്കുന്ന ഒരവസ്ഥയുണ്ടാക്കാനുള്ള പരിശ്രമം നടത്തി, അതിനുള്ള നിയമമുണ്ടാക്കി, അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനിരിക്കുന്നു. അതിനെതിരെ ചോദിക്കാനും പറയാനും ഇവിടെയുള്ള പണ്ഡിത സഭകളോ മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ എന്ന് പറയുന്നവരോ രംഗത്ത് ഇറങ്ങിയില്ല. ആ സമയത്താണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ SDPIയുടെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിലെ കൊല്ലത്തും മലപ്പുറത്തും ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ പ്രതിഷേധ പ്രകടനം നടത്തി. എന്തിനു വേണ്ടി? ഇവർക്ക് ആർക്കെന്ത് സ്വന്തമായിട്ട് നേടാൻ വേണ്ടിയിട്ടാണോ? അല്ല, മുസ്ലിങ്ങളുടെ സ്വത്വം നിലനിർത്തുന്നതിന് വേണ്ടി. കാരണം ഇത് അംഗീകരിച്ചു കൊടുത്താൽ ഭാവിയിൽ നിരവധി ബാബരി മസ്ജിദുകൾ ആവർത്തിക്കപ്പെടും. ഗ്യാൻവാപ്പി മസ്ജിദ് എന്നിപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് തർക്കം വന്നിരുന്ന് പറയണം എന്നാണ്. എന്ന് പറയുന്നത് പോലെ വഖഫ് സ്വത്തുകളിൽ അനിയന്ത്രിതമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ പള്ളികളും വഖഫ് ഭൂമികളും നമ്മുടെ ഖബർസ്ഥാനുകളും നമ്മുടെ അറബി കോളേജുകളും യത്തീംഖാനകളും ഇതെല്ലാം മുൻഗാമികളായ ആളുകൾ ദീനിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ മറ്റ് മതസ്ഥരായ ആളുകൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഏറ്റെടുത്ത് കൊണ്ടുപോകാനുള്ള അവസരം നൽകുന്നതിനാണ് ഈ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനെതിരെ പ്രതികരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ MK ഫൈസി അറസ്റ്റിലായതും അദ്ദേഹത്തിൻ്റെ നോമ്പ്, അതുപോലെ തന്നെ മറ്റുള്ള റമദാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെയെല്ലാം തന്നെ തടയുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും സമൂഹത്തിൽ അപമതിപ്പുണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഈ അമിത്ഷാ ഈ ഒരു പദ്ധതിയുമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇറക്കി വിട്ടത്. നമ്മുടെ ഒരു വിഭാഗം മതപണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഇതേക്കുറിച്ച് യാതൊരു പ്രതികരണവും വരുന്നില്ല. എല്ലാവർക്കും ഇപ്പോഴും അവരവരുടെ വാശിയും അവരവരുടെ സംഘടനാപരമായ താല്പര്യങ്ങളും മുൻനിർത്തി കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എല്ലാവരും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഈ സമുദായം എത്തിപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് അല്പം ചിന്തിക്കാൻ സമയമില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ സമുദായത്തിലെ ഓരോരുത്തരും തിരിച്ചറിയണം. MK ഫൈസിയുടെ മോചനത്തിന് വേണ്ടി സാധാരണക്കാരായ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ കഴിയുകയുള്ളൂ.
SDPI വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ നാളെ ഈ രാജ്യത്തെ ഓരോ മുസ്ലിം പൗരനും നേരിടാനുള്ള ഒരു ദുരവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ MK ഫൈസിയുടെ അറസ്റ്റും അതുപോലെ തന്നെ SDPI ഓഫീസുകളിലെ റെയ്ഡും എന്ന് തിരിച്ചറിയാൻ സമുദായ പാർട്ടികളും സമുദായ നേതൃത്വവും അതുപോലെ നമ്മുടെ പണ്ഡിത സഭകളും തയ്യാറാകണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.